ക്ലീൻ ചെയ്യണം. അപ്പം ഇൻഷാല്ലാ പോയി വരാം. ഇൻഷാല്ലാ ദ്വാരക്കെ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ, ദ്വാരക്കിട്ടില്ലേ? ഇവര് ചപ്പാത്തി ഉണ്ടാക്കാം, പത്തിരി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പ്ലാന് മൊത്തത്തിലാണ് മാറ്റി. കുക്കർ ബിരിയാണി. കാരണം എന്താ വെച്ചാൽ ഞാൻ വെച്ച കുക്കർ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നവര്. അപ്പൊ പിന്നെ ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖാണോ? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണ്? ഉമ്മാടത്തേക്ക്. അപ്പൊ നമ്മളിന്ന് അങ്ങോട്ട് പോവുകയാണ്, പുതിയ വീട്ടിലേക്ക് 53ക്ക് ഉമ്മാരത്തേക്ക് പോവുകയാണ്. അപ്പോ ഉമ്രക്ക് പോണത് പറയാൻ മാത്രമല്ല പോണത്, ഉമ്മക്ക് അറിയും ഉമ്മ ഇവിടെ തന്നെ ഇരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് താമസിക്കാൻ പോവാണ്. പിന്നെ ഇപ്പൊ നമ്മൾ വിശേഷങ്ങളിലേക്ക് നമ്മൾ കിടക്കാം. അപ്പൊ അതിന് തന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ളായിരുന്നു കാണുക. ഓക്കെ, അമ്മ എന്താ പണിയാണ്? ഹെൽമെറ്റ് ഉടക്കാണ്. ഇതെന്താ കായ? നമ്മളോട് ഉണ്ടായ പച്ചക്കായ ആയിട്ടില്ലേ മക്കളെ? കുറച്ച് നമ്മളെ വീട്ടിലുണ്ടായ നാടൻ പൊണ്ണങ്കായാണ്. പോരുന്ന പോവാ. അങ്ങനെ എത്തിയിട്ടുണ്ട് ഗായ്സ്. പുല്ലുകളൊക്കെ നിങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി ഉഷാറായിട്ടുണ്ട്. തുറക്കാൻ പറയും. ഉമ്മ വരും. കുപ്പി ഉറങ്ങിയായിരുന്നു. എന്നാ തീർത്തോളി. ഉള്ളിലേക്ക് പൊടിച്ച് ഇവിടെ വെച്ചിരുന്ന ചെടിക്കൊരിത്. പക്ഷെ എല്ലാവർക്കുള്ള ചെടിയൊക്കെ ഉഷാറായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. അങ്ങനെ നല്ല തണുപ്പുണ്ടായിക്കോട്ടെ. നല്ല ദാഹമുണ്ട്. പെരും വെയിലായിരുന്നു. വെള്ളം തണുത്തത് ഒഴിച്ച്. അയ്യോ, ഇനി ഒഴിച്ചോളി. അങ്ങോട്ട് ബാക്കി ഫ്രിഡ്ജിലാക്കാലോ. എനിക്ക് തന്നെ 2 വീടും 2 കൂടിയുണ്ട്. നല്ല അവിടുന്ന് തിന്നാ പോണു. എന്ത് വെള്ളം തരും അങ്ങോട്ട് തരും. പുറത്താ ഞാനേ സർബത്ത്. അപ്പൊ നിങ്ങൾക്ക് എടുത്തില്ലേ? എന്തൊക്കെ വാങ്ങിക്കണ കുറച്ചോനെ. എന്താ ഇത്? പ്ലേറ്റിക്കൊന്നും രണ്ടാളും കൊടുന്നാണ് ഇവിടെ കൊണ്ടി. പ്ലേറ്റിലൊന്നും രണ്ട. എന്തോ ഉണ്ട് കാര്യം. എന്താണ്? പൊക്കവാട. നല്ല കാര്യം. എന്നാ കഴിച്ചോളി. നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ളതല്ലേ, തിന്നോളി. ഞാൻ കൂടെ എടുത്തു. എന്താ എടുക്കാൻ പണി? ഉണ്ട്. നിങ്ങളേ അതിത്തെ ആ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചോളി. റിസൾട്ടിൽ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ നോക്കിയപ്പോ. കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം. അതിൽ ചിക്കനും അത് മാറ്റി വെച്ചാൽ മറ്റേ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ട വെച്ചോളി. അല്ലാത്തത് എങ്ങനെയാ മാറ്റി വെച്ചോളി. ഞാനും കൂടാം. 2 ആളൊക്കെ പിടിച്ചാൽ മതി. അത്ര സാധനം ഞാൻ കൊടുക്കും നിങ്ങൾക്ക്. അതാണ് അതിന്റെ അർത്ഥം. ആൾക്കാർ കരുതത്ത് എന്താ കല്ലാണോ എന്ന്. എന്താ ചായ? എന്താ കുമ്പളങ്ങച്ചാറെന്ത്? വെറുതെ അതുകൊണ്ടാണ് കോഴി കൊടുന്നിക്കുന്നത്. ചിപ്സ് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചിപ്സ് കണ്ടറിഞ്ഞ് മേടിച്ചു. ഇതെന്താ എഴുതിക്കണത്? തടി നന്നാകട്ടെ. എപ്പോഴേലും നിന്നാ മതി. എപ്പോഴും നിന്നൊന്നും വേണ്ടല്ലോ. ഗ്യാസോ? ഗ്യാസ്
അമ്മ ഒരു ഗ്യാസ് ഉണ്ട് കയ്യാനൊന്നായിട്ടില്ല സത്യം. ഇല പോയി മുള്ളിലൂന്നാലും മുള്ളൊന്നും ഇലക്കിട്ടാൽ ഇലക്ക കേടേ. അപ്പൊ കെയിനെന്ന് പറയാൻ പറ്റില്ലല്ലോ, കുടുങ്ങിയില്ലെന്നാ കഴിഞ്ഞിട്ടില്ല സത്യമായിട്ടമ്മ. കൈനാ പറഞ്ഞാ മതി നിങ്ങളെ, അതിലിപ്പോ എന്താ. ആ കുഴപ്പമില്ല, ഞാൻ വരുവാ പറഞ്ഞു കത്തിച്ചു ശരിയാക്കി തരാ. സബൂർ സബൂർ. ആ പിൻസൈഡിലേക്ക് വലിയൊരു രസമുണ്ട് സംഭവം, ഞാൻ കാണിച്ചു തരാം. കൃഷിത്തോട്ടാക്കേണ്ട ഒരു പ്ലാനാണ്. നോക്കി മാഷാ അല്ലാ കൊളിച്ചിട്ടുണ്ട്. ഓക്കെ ബാക്ക് സൈഡ് ഇവിടെ വല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ അലക്കണ സ്ഥലമായതുകൊണ്ട് റിസ്ക് ആണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. മോൾക്കൊന്നും കയറലില്ല, മഴ അന്ന് ഉണ്ടായപ്പോൾ കയറിയതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളം നിൽക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. വരും വരും വരും. ആ വെയിലത്തുനിന്ന് പോരും കണ്ടാളും. ഭയങ്കര വെയിലായിട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് നേരെ അടിക്കണ്ട, അവിടെ മരം ഇല്ലാത്തതുകൊണ്ടാണ്. ആദ്യമൊന്നും ഇത്ര അടിച്ചിരുന്നില്ല. എന്താ അടിക്കൊക്കെയാ തസ്ലിയ? ശരിയായ എന്നിട്ട് ഇത് നമ്മൾ അറ്റാച്ച്ഡ് റൂമാണ്. ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കുന്നതാണ് ടോയ്ലറ്റ്. ഇമ്മ ഈ റൂം ഇടയ്ക്കോളം യൂസ് ചെയ്യും, എപ്പോഴും യൂസ് ചെയ്യൊന്നുമില്ല. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞതാ, ഒറ്റ കവറിലാക്കിയാൽ മതി. സൈഡിലൊക്കെ അപ്പൊ ഒരുമിച്ച് ഒരു കവറിലിട്ടാ മതി. ഗൈസ് പുറത്തിരിക്കുകയാണ്. പിന്നെ കുറെ ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു, എന്ത് ജെസ്സിയുടെ ഉമ്മമ്മ എവിടെയെന്ന്. ജെസ്സിയുടെ ഉമ്മമ്മ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കലുണ്ട്. പിന്നെ ഇടയ്ക്ക് മകനുണ്ട്, മകൻ്റെ വീട്ടിൽ നിൽക്കാറുണ്ട്. കൂടുതലും അവിടെ നിൽക്കൽ, ഇടയ്ക്ക് ഇപ്പോഴും വരാറാണ് ഇങ്ങോട്ടുള്ളത്. ഓക്കെ, അത് ഞാൻ ക്ലാരിഫിക്കേഷൻ ചെയ്യണമെന്ന് ഇങ്ങനെ ഓർമ്മ ഉണ്ട്, പക്ഷെ ഞാൻ വിട്ടുപോയതാണ്. അമ്മ അവിടെ ഒറ്റക്കാണ് നിൽക്കറ്. യാതൊരു ബുദ്ധിമുട്ടും അൽഹംദുലില്ലാ ഒരു കുഴപ്പങ്ങളും ഇല്ല. ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്കൊരു തോണമാണെന്ന്, അത് നമ്മൾ ഉമ്മയോട് സംസാരിച്ചതാണ്. ഉമ്മക്ക് അതിനോട് ഇപ്പോൾ ഒന്നും അതിന് റിയാക്ട് ചെയ്ത്, അത് അതിന് മറുപടി എന്നുള്ള രീതിയിൽ ഉമ്മ പറഞ്ഞത് നമുക്ക് വേണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. നീ കാരണം ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ചോദിക്കണം, നമ്മളെ ബാധ്യത നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കും ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ക്ലാരിഫിക്കേഷൻ, 2 ചോദ്യങ്ങൾ ഉണ്ടാകുന്ന 2 ഉത്തരം ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇവർ ചപ്പാത്തി ഉണ്ടാക്കാം, പത്തിരി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പ്ലാന് മൊത്തത്തിലാണ് മാറ്റി. കുക്കർ ബിരിയാണി. കാരണം എന്താ വെച്ചാൽ ഞാൻ വെച്ച കുക്കർ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നവർ. അപ്പോൾ പിന്നെ ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. ഉമ്മ അല്ല, ഞാൻ അന്ന് ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറയും. ആ നമ്മൾ ആസ്പത്രിയിൽ ഉണ്ടാവുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോക്കിക്ക് കേട്ടില്ലേ ഇതിനെ കുറിച്ച് വറുക്കും. അല്ല ജെസ്സി എന്നോട് ചോദിച്ചോലോ എന്താ മനസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പൊ എന്താ നമ്മളെ വറുക്കാണ്. അപ്പൊ ഇപ്രാവശ്യം അതല്ല, ഇത് കുക്കറാണ്. ഇത് കുക്കർ ബിരിയാണിയാണ്. ഇത് കിടിലൻ ബിരിയാണി. പെട്ടെന്ന് ആയിക്കോട്ടെ, നമ്മൾ സാറ് കുറവുണ്ട്, സ്പീഡ് ആയിക്കോട്ടെ. ആരംഭിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ബിരിയാണി എത്ര തുടങ്ങിക്കണോ, കുക്കർ ബിരിയാണി. സാധനങ്ങൾ എവിടെ വെച്ചിക്കണമെന്ന് വെച്ചാലില്ല, അതിനൊരു എന്താ പറയാ അസിസ്റ്റന്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സാധനങ്ങൾക്ക് ഇവിടെ കൊടുന്ന് സെറ്റ് ആക്കണം. അതാണ് ഒരു യഥാർത്ഥ കുക്കിന്റെ പവർ. ഇത് കുക്കിന്റെ പവർ ഒന്നുമല്ല, ഇവിടുത്തെ സാധനങ്ങൾ എവിടെയൊക്കെ വെച്ച് നിങ്ങൾക്ക് അറിയില്ല. ഇമ്മൊക്കെ റെഡിയാക്കി വെച്ചു. ക്യാമറ എന്തത് അല്ലോ, പല പരിപാടി ഇവിടെ നടക്കുന്നുണ്ടല്ലേ. മാഷാ അല്ലാ, അച്ചപ്പ ഇത് ഉണ്ടാക്കിയോ? ഉണ്ടാക്കുമ്പോ വിളിച്ച് ചിക്കൻ ഇട്ട് മസാല ആക്കി
എന്നിട്ട് അരി ഇട്ടു. ഇനി ഒന്ന് രണ്ട് കൂക്ക് വിസിലടിക്കാം. ആ വിസിലടിയിലാണ് ആയിക്കോളും. നല്ല കുക്കർ. എന്തിനാ ചിക്കൻ പൊരിച്ചേ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നില്ലേ? നമ്മളന്നെ കൊടുത്തിട്ട് നമ്മളന്നെ വെച്ചിട്ട് തമാശ ഉമ്മാനെ ഇടക്ക് കളിയാക്കാണ്. ഉപ്പം തന്നെ ഉപ്പെടുത്താണ്. കുക്കർ വിസിലും കാത്ത് പ്രതീക്ഷയോടെ ആശിക്കും. പരിപാടി എന്താ ചിക്കൻ പൊരിക്കുന്നു. ഓക്കെ, നല്ല നമ്മളത് കുക്കർ വിസിൽ കളഞ്ഞിട്ടില്ലല്ലോ, കളയതിട്ടോ, അത് തന്നെ പോകണം. അതാണ് ചിക്കൻ്റെ ഒരു വിസിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നല്ല മണമുണ്ട്. എന്ത് കുറച്ചൊക്കെ മതി. അല്ലെ കടല കണ്ട ചട്നി ഉണ്ടാക്കാണല്ലേ? ചട്നി മതി. കടല അതേമാതിരി എടുത്ത് വെച്ചോളി. എടുത്തൊക്കെ ചേട്ടാ തിന്നോട്ട്. മറ്റേ കടല ഇതാക്കിയ മാതിരി ഇതാക്കരുത്. കടലും ചെറുപയറൊക്കെ തിന്നാൻ വേണ്ട. എന്നുള്ള നമുക്കൊരു ശരീരത്തിന് നല്ലത്. മറ്റൊന്നും വലിയ ബോസ് ഉണ്ടാവില്ല. എന്തായി കായ്? അങ്ങനെ എൻ്റെ കുക്കർ ചിക്കൻ ബിരിയാണി. ചിക്കനൊക്കെ അടിയിലാണ്ടില്ലേ, ചിക്കനൊക്കെ ഇഷ്ടംപോലെ ഇതിൽ കിടക്കുന്നുണ്ട്. ആയിട്ടുണ്ട് ഗായ്സ്. നോക്കിയേക്ക്, ഇതാണ് ഉമ്മ. ഒരു രസം നോക്കിയോ? എങ്ങനെയുണ്ട് എൻ്റെ ബിരിയാണി? കുഴപ്പമൊന്നുമില്ല. ഉഷാർ. രസം ഉണ്ടോ? ടേസ്റ്റ് നോക്കിയിട്ടില്ല? എന്നാൽ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഞങ്ങൾ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കേ. ഇഷ്ടമായോ? സത്യമായിട്ടും താങ്ക് യു. എങ്ങനെയുണ്ട്? ഉഷാറായിക്കോളൂ. താങ്ക് യു. അപ്പൊ ഇനി ബിരിയാണി പണിക്ക് ഞാനും പിടിച്ചൊന്നും വേണ്ടല്ലേ. പിന്നെ അപ്പൊ ബിരിയാണി കഴിക്കണം. ചിക്കൻ ഉണ്ടോ? ചിക്കനൊക്കെ താഴത്ത് വിട്ടുകൊണ്ടോ. പിന്നെ അത് ഓട്ടഞ്ഞിക്കണം, കാരണം ദമ്മല്ലേ. അപ്പൊ ഗൈസ് ഉഷാറായിക്കണു ബിരിയാണി. ചിക്കൻ ഉണ്ടോ? ആവശ്യം എന്താ കഴിക്കലെന്നാ? ഇതാണ് നമ്മള് തൊട്ടതൊന്നും നേരാവാതിരിക്കൂല. ഉഷാറായിക്കോളും. അങ്ങനെ ഗൈസ് നമ്മുടെ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, തൈര്, പച്ചവെള്ളം ഒക്കെ റെഡി. ഇനി ആൾക്കാർ വന്നിരുന്നോ? മതി. ദസ്തി കൊണ്ടിരുന്നോ? അമ്മ ഇരിക്കും, അവിടെ ഇരിക്കും. ഒന്നും പോലാല. ഇരിക്കും. ഇമ്മ എന്താണ് വന്നപ്പോ ഞാൻ ഇങ്ങനെ കിച്ചണിൽ നമ്മൾ നിൽക്കുമ്പോ പറഞ്ഞിട്ടില്ലേ, നിങ്ങള് വന്നപ്പോ എന്റെ അസുഖങ്ങളൊക്കെ എങ്ങോട്ടാ പോയിന്ന് എനിക്ക് തന്നെ അറിയില്ലാന്ന്. എന്തായാലും അത് കേട്ടപ്പോ സന്തോഷായി. അണക്കോ? എനിക്ക് സന്തോഷം. ആ ഓക്കെ. അപ്പൊ നല്ല പച്ചവെള്ളാട്ടില്ലേ കഴിക്കലേ? ഇട്ടോളൂ. വളർന്നോളി. ഭക്ഷണമൊക്കെ കഴിച്ചു. കുറെ നേരം സംസാരിച്ചിരുന്നോ? ഇനി ഉറങ്ങട്ടെ. ഇൻഷാല്ലാ ഇനി രാവിലെ. ഇനി ബാക്കി വീഡിയോ രാവിലെ കണ്ടിട്ടില്ലേ ഗായ്സ്. ഗുഡ് മോർണിംഗ്. പിന്നെ ഇനി ചായ കുടിക്കട്ടെ. എല്ലാം കഴിഞ്ഞു, ഫ്രഷായി. ഇനി ഒരു ചായ. നേരത്തെ എണീക്കുന്നു. പിന്നെ നിസ്കാരം കടന്നു. കാരണം കുറച്ചേരം കൂടി കിടക്കാൻ എഴുതി. ചായയും കടിയൊക്കെ റെഡിയാക്കട്ടെ എഴുതിയിട്ട് കുളിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ചായയും കടി എന്താന്ന് നോക്കട്ടെ. ഞാൻ ചൂട് കൊടുക്കാനും ചൂടാൻ പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ മാതിരി ദോശ തന്നെ കരം. ദോശയിൽ എനിക്കിഷ്ടം. നമ്മളെ സ്ഥിരല്ലേ? അന്ന് ചേഞ്ച് ഉണ്ട് അല്ലേ? ആ ചട്ടിയിലല്ലേ നമ്മൾ ചൂടല് നമ്മളെ കരിയില്? ശരി അന്ന് ശരി സെറ്റ്. കറി എന്താ? ചട്നി അല്ലേ? യാസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ദോശയും ചട്നിയാണ്. പിന്നെ പത്തിരി, തേങ്ങാച്ചപ്പൊടി കറി, അതൊക്കെയാണ് ഉമ്മാക്ക് കൂടുതൽ ഇഷ്ടം. നിങ്ങൾ എന്തേ കാട്ടണം? ചായ ചൂടാറ്റുന്നു. യെസ്. അതെന്ത് ചട്ടാ? അത് ഉണ്ടാക്കിയ ചട്ടല്ലേ? ഓക്കെ. ചൂടുണ്ടായിക്കോട്ടെ. ബിരിയാണി കുറച്ചുകൂടി ഉണ്ടല്ലേ? കുറേയൊക്കെ കഴിഞ്ഞു. ചായ ഒരു ഗ്ലാസ് കുടിക്കല്ലേ? അപ്പൊ ഇതിന് ദോശ ചൂടല് കഴിയൂലേ? ഓക്കെ. അങ്ങനെ 2 ഐറ്റം ദോശ. ചെറിയ ചട്ടിയിലും വലിയ ചട്ടിയിലും ചുട്ട ദോശ, നല്ല കട്ടിയുള്ള ചട്നി, ചായ.
വരും എല്ലാവരും വരും കേട്ടോ. എല്ലാവരും വരും, ചായ അടിച്ചിട്ട് പോവാം. അപ്പൊ ഗൈസ് ചായയുടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാണെന്ന്. വെള്ളിയാഴ്ച ആവുകൊണ്ട് പള്ളി നാട്ടിൽ കൂടണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ എന്നാ നടക്കണ കാര്യം തെറ്റിക്കാൻ കഴിയില്ല. കാരണം വെള്ളിയാഴ്ച ദിവസങ്ങൾ നമ്മളെ കാത്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എന്തായാലും കബറിങ്ങ പോക്ക് നിർബന്ധ. ഓളെ കബറിങ്ങ പ്രത്യേകിച്ച് അപ്പോൾ നേരത്തെ ഇറങ്ങിയാണ്. അപ്പം അമ്മ ഞാൻ വന്നത് എന്തിനാന്ന് അറിയില്ലേ? എന്തിനാ? അപ്പോൾ ഞാൻ ഉംറക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയില്ല അന്ന് നിർച്ചാക്കിയത് ഇൻഷാല്ല. അപ്പോൾ നമ്മൾ പോയി നേരെങ്ങനെ പോയി ഉംറ ചെയ്ത് വരാനും വേണ്ടി ദുആ ചെയ്യാം. പിന്നെ നിങ്ങൾ ദ്വാരക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കും ദ്വാരക്കായിരിക്കില്ല, നിങ്ങൾക്ക് അറിയണല്ലേ. പിന്നെ അത് മാത്രമല്ല ഓൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഇൻഷാല്ല പോയി വരാം. ഇൻഷാല്ല ദ്വാരക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ, ദ്വാരക്കിട്ടില്ലേ?